രാഹുലും ഒപ്പം തന്നെ ഷാഫിയുടെയും അനുയായികളായ ആളുകൾ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു, സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നടത്തുന്നു. താനും ഭർത്താവും കുട്ടിയുമായി കോഴിക്കോട് ജീവിക്കുന്ന ആളാണ് താൻ. അത് അങ്ങനെ ഒരു കുടുംബമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് പോലും പോകേണ്ട ഘട്ടത്തിലേക്കാണ് ഈ അധിക്ഷേപം എത്തിയിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭയിൽ എത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിക്ക് ഷഹനാസ് പരാതി നൽകിയത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നെടുന്തൂൺ, ശക്തയായ ഒരു സ്ത്രീ പോരാളി, എന്റെ പ്രിയങ്കരിയായ MA ഷഹനാസ് താത്തു അന്ന് പോയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മുഖ്യനെ കാണാൻ. എന്തിനാ മുഖ്യനെ കണ്ടിട്ട്? പാപ്പം തിന്നാനല്ല, മുഖ്യനെ കണ്ട് പരാതി കൊടുക്കാൻ. എന്ത് പരാതി? താത്തുവിനെ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാർ പൊങ്കാല ഇടുന്നെന്ന്. കയ്യിരിപ്പ് നന്നാവണേ, അപ്പൊ നാട്ടുകാർ പൊങ്കാല ഇടത്തില്ല അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഈ വീഡിയോ എടുക്കാനിരിക്കുന്നതിനും 5 മിനിറ്റ് മുമ്പ്, കറക്റ്റ് 5 മിനിറ്റ് മുമ്പ് എൻ്റെ പ്രിയങ്കരിയായ MA ഷഹനാസ് താത്തു ഫേസ്ബുക്കിൽ ചെറുതായിട്ട് ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ 2 ഫോട്ടോയും വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം എന്താണ് സംഗതി എന്നറിയണ്ടേ? പറഞ്ഞ പോലെ മുഖ്യൻ്റെ അടുക്ക ചെന്ന് മുഖ്യ എനിക്കെതിരെ വൻ പരിപാടികളാണ് നടക്കുന്നത്, എന്തോ മുഖ്യ ഇങ്ങനെ കാണിക്കുന്നത്, മുഖ്യൻ ഇടപെടണ്ടേ? DGPക്ക് കേസ് കൊടുക്ക്, സൈബർ സെല്ല് ഇടപെടട്ടെ, അങ്ങോട്ട് എല്ലാത്തിനെയും അങ്ങോട്ട് തീർത്ത് കളയണം, എനിക്കെതിരെ ഇവിടെ ആരും സംസാരിക്കണ്ട കേട്ടോ. ഞാൻ ചിലപ്പോൾ കോഴിക്കോട് കടപ്പുറത്തിരുന്ന് കൊമള വിടും, ചിലപ്പോൾ ദുബായ് ഫെസ്റ്റിന് പോകും, ചിലപ്പോൾ ഗ്ലോബൽ വില്ലാജയിൽ പോകും, ഞാൻ അങ്ങനെ പലയിടത്തും പോകും, പല ആൾക്കാരുമായിട്ട് കറങ്ങും. ഇടയ്ക്ക് ഞാൻ മീഡിയക്കാരെ അങ്ങോട്ട് വിളിച്ചു കൂട്ടിയിട്ട് ഇരുന്നങ്ങോട്ട് അപരാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ അങ്ങനെ പലതും ചെയ്യും. പക്ഷെ എനിക്കെതിരെ ഒരാളും ഒന്നും എഴുതിയിടാൻ പാടില്ല. അത് ശരിയല്ല. അത് സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തോന്നാണ് ചേച്ചി? എന്തോന്നാ താത്തു? എന്താ താത്തുവിൻ്റെ പ്രശ്നം? ചേച്ചിക്കെതിരെ തെറി പറയുന്നവരെ ചേച്ചി പൂട്ട്. ചേച്ചിയോട് വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നവരെ എന്തിനാ പൂട്ടാൻ ശ്രമിക്കുന്നേ? എന്താ ഉത്തരം പറയാത്തേ? IAS കാരിയുടെ കഥകളൊന്നും എന്താ ഇപ്പൊ പറയാത്തേ? അത് പോട്ടെ, ഒരു വാറന്റ് വന്നിട്ടുണ്ടല്ലോ. എന്തേ? അല്ല, കേരളത്തിലെ നിയമത്തെയൊക്കെ അങ്ങോട്ട് എന്തിനാ? കേരളം, ഇന്ത്യയിലെ നിയമത്തെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ആളാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട താത്തു. പിന്നെന്താ? കോടതി ചെന്നെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, കോടതി ചെന്നാലും അറസ്റ്റ് അല്ലേ? ജാമ്യമില്ല വകുപ്പല്ലേ? റിമാൻഡിൽ പോകുമൊന്നും വേണ്ടേ? അതോ MA ഷഹനാസ് താത്തു ആയതുകൊണ്ട് റിമാൻഡൊന്നും വേണ്ടായോ? ഫസ്റ്റ് ഈ പോസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്കൊക്കെ പോവാവേ. ഫസ്റ്റ് എക്സ്ക്ലൂസീവ് സാധനം തന്നെ കാണിക്കണ്ടേ നിങ്ങളെ? അതുകൊണ്ടാ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്തിരി ഓവറാന്ന് തോന്നിയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. താത്തുവിൻ്റെ കേസാകുമ്പോൾ ഇച്ചിരി ഓവറായാലേ പറ്റത്തുള്ളടേ, അതുകൊണ്ടാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് താ, കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തോന്നും, പറയണേ. ഒരുത്തൻ്റെ ജീവിതം കൂട്ടിച്ചോറാക്കാൻ നിന്നിട്ട് വന്നിരുന്ന് വലിയ വീരവാദം പറയുക നമ്മുടെ ഇത്താത്തു. മാന്യമായിട്ട് ചോദിക്കാനുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനവും കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അതെ, പോസ്റ്റ് ഇങ്ങനെയാണ്. 6 മിനിറ്റ്, ഞാനിത് കാണുമ്പോൾ 6 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ പറ, ഞാനിപ്പോൾ എവിടെയാ? തിരുവനന്തപുരത്ത്, കോഴിക്കോട് മറ്റേ ഊതിക്കൊണ്ടിരിക്കുവാണോ? അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാനലിൻ്റെ അവിടെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ചേച്ചി തന്നെ വെച്ചേക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നിയമസഭയിലെ ഓഫീസിലെത്തിയാണ് പരാതി കൈമാറിയത്. ഒന്ന്. അപ്പുറം വേറൊരെണ്ണം, നമ്മുടെ സുധീഷിൻ്റെ മാനനഷ്ട കേസ് ഷഹനാസ് കോഴിക്കോട് കോടതിയിൽ കീഴടങ്ങിയെന്നും പറഞ്ഞ്. ഇതിൽ ഏതാ സത്യമൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ മുഖ്യൻ്റെ അടുക്ക ചെന്ന് പരാതി പറഞ്ഞ് അങ്ങോട്ട് മെഴുകി മുഖ്യ എന്നും പറഞ്ഞ് കരഞ്ഞു കൂവി എന്നൊക്കെ ഈ ഒരു വാർത്തയിലൂടെയാണ് അറിഞ്ഞത്. ഞാനിനി നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി പറയാം. പോകും MA ഷഹനാസ് താത്തു പരാതി കൊടുക്കാൻ പോകും. കാരണം വേറൊന്നുമല്ല, താത്തുവിന് മറുപടിയില്ല. ആൾക്കാർ അപരാധിച്ചോണ്ടിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക ആൾക്കാർ. എവിടെ സ്ത്രീയെ, നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ എന്തിയേ തെളിവ്? ഒരു പ്രസ് മീറ്റ് വിളിച്ചല്ലോ, രാഹുൽ അങ്ങനെയാണ്, രാഹുൽ ഇങ്ങനെയാണ്, രാഹുലേട്ടായി മറ്റേതാണ്. എവിടെ? ഒന്നിനും തെളിവില്ല. ഒരുത്തരെ വന്നിരുന്ന് അങ്ങ് അപരാധി ചേച്ചും പോയി, എന്നിട്ട് വിചാരിച്ച് എല്ലാവരും അങ്ങെടുത്ത് പോക്കി തലേ വെക്കുമെന്ന്.
പക്ഷെ അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പുറത്തേക്ക് വരാൻ തുടങ്ങി. ചേച്ചിയുടെ IAS പരിപാടി, സ്വന്തം കൊച്ചിനെ ചേച്ചിയുടെ കൊച്ചാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പേര്, ID കാർഡിലൊന്ന്, ഡ്രൈവിംഗ് ലൈസൻസിലൊന്ന്, ഇതെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഒന്നിനും മുണ്ടാട്ടം ഇല്ല. ഇതാണ് അവസ്ഥ. എന്നിട്ട് അവരെല്ലാവരും അങ്ങ് ഉപദ്രവിക്കുന്നെന്ന്. ഉപദ്രവിക്കുന്നത്? ചോദ്യങ്ങൾ ചോദിച്ചതാണോ? വലിയ സ്ത്രീ സംരക്ഷണത്തിനൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ആളൊക്കെ അല്ലേ? അതിന്റെ കൂട്ടത്തിൽ സാധാ ജനങ്ങൾ, അതാണോ പെണ്ണോ വേറെ വ്യത്യാസമില്ലാതെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാ ഇത്ര വലിയ സംരക്ഷണം നടത്താൻ പോകുന്ന ചേച്ചിക്ക് ഉത്തരം പറഞ്ഞിട്ട് പോയാ പോരെ? അതെന്താ പറ്റാത്തത്? നമുക്കിനി വാർത്ത കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമേ. കുറച്ചും കൂടെ ഉണ്ട്, വൃത്തിക്ക് കൊടുക്ക ഇന്ന്. ഇത്താത്തോ ഒന്നും തോന്നല്ലേ ഇത്താത്തോ? സൈബർ ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കോൺഗ്രസ് വനിതാ നേതാവ് MA ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ സൈബർ ആക്രമണം എന്നാണ് പരാതി. രാഹുലിന്റെയും ഷാഫിയുടെയും അനുയായി നിബു വർഗീസ് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നെന്നും പരാതിയിൽ പറയുന്നു. ഈ നിബു വർഗീസ് ആരാടെ? ഞാൻ ആ പുള്ളിയുടെ പോസ്റ്റേഴ്സ് ഒന്നും കണ്ടിട്ടില്ല കേട്ടാ. അപ്പൊ ഇത്താത്തു ഈ നിബു വർഗീസിനെയൊക്കെ കാണുന്നുള്ളോ ഇത്താത്തു? ഇവിടെ നിയാസ് മലബാറി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. വൃത്തിക്ക് നോമ്പായതുകൊണ്ട് പുള്ളി നിർത്തിവെച്ചിരിക്കുക. പുള്ളി എഴുതിയിട്ട കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു, അതിനൊന്നിനും ഉത്തരം കൊടുക്കുന്നില്ലല്ലോ. ഈ നിബു എന്ന് പറയുന്ന ആൾ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നെങ്കിൽ ഓക്കെ, അവനെ കേസ് കൊടുത്ത് നിങ്ങൾ അങ്ങ് പെടുത്തിക്ക്, ഓക്കെ. പക്ഷെ മാന്യമായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെന്താ നിങ്ങൾ മാന്യമായിട്ട് ഉത്തരം കൊടുക്കാത്തത്? അതും കൂടെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയാണോ? ഡയറക്റ്റ് നിയാസ് മലബാറിക്കോ വേറെ നമ്മളെപ്പോലുള്ളവരായിട്ട് താങ്ങാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, എന്ത് കാര്യത്തിന്? എന്ത് കാര്യത്തിനെന്ന് നമ്മൾ ചോദിക്കും. തെറിയൊന്നും വിളിച്ചില്ലല്ലോ, മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, കാര്യങ്ങളല്ലേ ചോദിക്കുന്നുള്ളൂ. നമ്മളാണെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട്, നമ്മുടെ നിയാസ് മലബാറി ആണെങ്കിൽ വളരെ മാന്യമായിട്ട്, ചേച്ചി ചേച്ചി ഇങ്ങനെ കേട്ടല്ലോ അങ്ങനെ കേട്ടല്ലോ, എന്താ ചേച്ചിക്ക്? ഒന്നുമില്ല, ഒന്നിനും ഒരു ഉത്തരവും ഇല്ല. എന്നിട്ട് കേസ് കൊടുക്കാൻ പോയിരിക്കുന്നത് വേറൊരുത്തൻ്റെ പേരിൽ. നമ്മൾ ചോദിക്കുന്നതിനൊന്നും നമുക്കൊന്നും എന്താ എത്തി ഒരു വിലയില്ലേ? നമുക്കൊന്നും ഒരു വിലയില്ലേ? നമ്മുടെ ഒന്നും ചോദ്യം എന്താ? കേൾക്കുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? കണ്ണിന് തിമിരം ബാധിച്ചാ? ബാക്കി വിജിൻ പായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എന്താണ് ഷഹനാസിന്റെ പരാതി? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ അക്രമങ്ങൾക്കെതിരായ പരാതി, അത് പൊതുസമൂഹത്തിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് രാഹുലും ഒപ്പം തന്നെ ഷാഫിയുടെയും അനുയായികളായ ആളുകൾ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു, സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നടത്തുന്നു. താനും ഭർത്താവും കുട്ടിയുമായി കോഴിക്കോട് ജീവിക്കുന്ന ആളാണ് താൻ. അത് അങ്ങനെ ഒരു കുടുംബമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് പോലും പോകേണ്ട ഘട്ടത്തിലേക്കാണ് ഈ അധിക്ഷേപം എത്തിയിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭയിൽ എത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിക്ക് ഷഹനാസ് പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഷഹനാസിന്റെ ആവശ്യം. എഴുത്തുകാരി ഉൾപ്പെടെയാണ് താൻ. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടപെടുന്ന ആളാണ്. അങ്ങനെയുള്ള തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് അധിക്ഷേപം നടത്തുന്നത്. നിബു വർഗീസ് എന്ന ആൾ നടത്തിയ അധിക്ഷേപപരമായ പോസ്റ്റുകൾ, അതിന്റെ ലിങ്കുകൾ ഉൾപ്പെടെ ഷെയർ ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പരാതി സ്വാഭാവികമായും മുഖ്യമന്ത്രി DGPക്ക് കൈമാറുകയാണ് ചെയ്യുക. സൈബർ പോലീസിന് അന്വേഷണത്തിന് ഉത്തരവ് നൽകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതി ഉയരുകയും അതിനുശേഷം സൈബർ ഇടങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ തനിക്കും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പലതരത്തിലുള്ള തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമാക്കിയായിരുന്നു ഷഹനാസ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത്. അതിനുശേഷം ആണ് വലിയ തരത്തിലുള്ള അധിക്ഷേപം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഷഹനാസ് നേരിട്ടത്. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്തത്? MA ഷഹനാസ് എന്നാ ചെയ്ത്? നിങ്ങളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പുള്ളിയുടെ പുറകെ നാണമില്ല, അതേ ചോദിക്കുന്നുള്ളൂ. നമ്മളൊക്കെയാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങളൊന്ന് ചോദ്യം ചോദിക്കണേ പ്ലീസ്. ഒന്ന് ചോദ്യം ചോദിക്കുക കമന്റ് ബോക്സിൽ. ചോദിക്കുക അവരോട്. സ്ത്രീയെ, നിങ്ങൾ പറ, നിങ്ങൾ IAS പോട്ടെ, ഈ പല പേരുകൾ സ്വന്തം കൊച്ചിനെ ചേച്ചിയുടെ കൊച്ചാന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നൂറായിരം ആൾക്കാരാണ് ഈ സെയിം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പറ്റുമെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കണേ ഇവരോട്. നമ്മൾ അതല്ലേ ചോദിക്കുന്നുള്ളൂ ഇവരോട്. ഇവർക്ക് അതിനൊന്നും മറുപടി പറയാനില്ല. ഇവര് രാഹുൽ മാങ്കൂട്ടം എന്താണ് ഇത്? പിന്നെ ഇവര് തന്നെ, ഞാൻ കാണിച്ചല്ലോ നേരത്തെ ആ ഒരു പോസ്റ്ററിനകത്ത്, വൃത്തിക്കാണ്. ഈ ചാനൽ വെറുതെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീഡിയ വൺ അങ്ങനെ
ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിട്ടാൻ തോന്നുന്നില്ല, പരാതി അവിടെ ചെന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ പരാതിക്കാരി അവിടെ ആണെങ്കിൽ, നമ്മുടെ ഷഹനാസ് അവിടെ ആണെങ്കിൽ, MS ഷഹനാസ് നേരിട്ടെത്തി അവിടെ ആണെങ്കിൽ, അപ്പൊ കോഴിക്കോട് എത്തിയതാര്? അല്ല, അവര് ചോദിക്കുന്നതാണ് ഇത് സത്യം, ഇതിൽ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ട ജനങ്ങൾ? ആ ഒരു കാര്യം എനിക്കും ചോദിക്കാനുണ്ടേ. പിന്നെ ഇവിടെ എല്ലായിടത്തും എത്താൻ പറ്റും, കുമ്പിടിയാണല്ലോ കോഴിക്കോട്, കടപ്പുറത്ത് കോമള, ദുബായിൽ ഷോപ്പിംഗ് മോൾ. അങ്ങനെയുള്ള ഇത്താത്തൂന് എവിടെ എത്താ? ഇത്താത്തു പുച്ഛിക്കണ്ട നാട്ടുകാരെ. അങ്ങനെ ഇങ്ങനെ നാട്ടുകാരെ പുച്ഛിക്കുന്നതുകൊണ്ടാണ് നാട്ടുകാരെ പുച്ഛിക്കാതെ നിങ്ങളോട് മാന്യമായിട്ട് ചോദ്യം ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിന് ഉത്തരവില്ല, മുണ്ടാട്ടം മുട്ടിച്ച് കളയും അല്ലേ? കൊള്ള എന്താണെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.